നമസ്കാരം കൂട്ടുകാരെ. എന്നാൽ ഓണായിട്ട് നാട്ടിലേക്കൊന്നും പോയില്ല. നമ്മുടെ സുഹൃത്ത് ജോണിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. അവിടെയാണെങ്കിൽ ഓണാഘോഷ പരിപാടി തിമിർത്തായിട്ട് നടക്കുക. ചാക്കച്ചാട്ടത്തിൽ കുസൃതികളായിട്ടുള്ള പിള്ളേർ അതിൻ്റെ ഒപ്പം അവനും കൂടി കളിക്കുന്നു. അതുപോലെ അവൻ്റെ മോൻ ഫുട്ബോളൊക്കെ തട്ടാം. ഫുട്ബോളാണ്ട് നമ്മൾ വെറുതെ വിടില്ലല്ലോ. നമ്മൾ രണ്ട് തട്ടൊക്കെ തട്ടി നേരെ അവൻ പറഞ്ഞു ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബീച്ചിൽ പോയി. ബീച്ചിലൊരു രക്ഷയില്ലാട്ടോ, ആയി വൈബിളുള്ള സ്ഥലമാട്ടോ അവിടെ. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുഡോ കളി, അതുപോലെ തന്നെ കബഡി കളി, പിള്ളേരങ്ങളൊക്കെ ആയിട്ട് നല്ല ചേട്ടന്മാരും പ്രായപരിധി ഇല്ലാണ്ടുള്ള കളികളും. അത് കഴിഞ്ഞ് നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ പോയി പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട് പിള്ളേരങ്ങളെ. അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ അവിടെ പട്ടം വാങ്ങാൻ കിട്ടും. അവിടെ പട്ടം വളർത്തി വലിയ ഉയരത്തിലൊക്കെ പട്ടം വിട്ടിട്ട് അങ്ങനത്തെ ഇതാട്ടോ. പിന്നെ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അവിടെ അറപ്പാന്നാണ് പറയുക. ഇവിടെ എന്താ പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ എന്താ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമ്മുടെ അവിടെ അറപ്പാന്നാണ് പറയുക. അങ്ങനെ പട്ടം പറത്താനൊക്കെ കണ്ട് സന്തോഷത്തോടെ ഞങ്ങളിങ്ങനെ പോരാൻ നിൽക്കാണ്ട് കേട്ടെ. അപ്പോൾ ഇത്തിരി നേരമൊക്കെ വൈകിയോരം തന്നെ ഒരു 6 മണിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ആ പോവാടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോൾ അവിടെ പിള്ളേറ്റ് ഞങ്ങൾ 2 പേര് കടലിൽ എന്തോ എഴുതുന്നു. എന്തോ ഇംഗ്ലീഷിൽ എന്തോ 2 അക്ഷരം എഴുതിയിട്ടുള്ളൂ. അവരാണെങ്കിൽ അത് നല്ല വൃത്തിയിൽ അത് ചെയ്യുന്നുണ്ടാ, സൂപ്പറായിട്ടുണ്ട് അത് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ രാത്രിയിലത്തെ അവിടെ വൈബ് കാണണം കേട്ടോ. എൻ്റെ പൊന്നു പാട്ടൊക്കെ വെച്ച് ചായക്കടക്ക് ഇല്ലാടിയൊക്കെ വെച്ചിരിക്കുക അവർ. പിന്നെ ജോണിൻ്റെ വക 2 കുസൃതികളൊക്കെ ആക്കിയാൽ നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ട് 2 ഒരു വീഡിയോ ഒക്കെ എടുത്ത് ചില്ലായിട്ട് ഞങ്ങൾ പോകട്ടെ. അപ്പോൾ ഇത്രയുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം.